മുത്തേ മുത്തേ മുത്തേ, ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? മുത്തേ. അച്ഛാ, അച്ഛാ, അച്ഛന്റെ മുത്ത് 10ാം ക്ലാസ് പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. നേരാണ്. കൊച്ചിരാമ അറിഞ്ഞ എന്റെ മകള് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി. എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് പറയാണ്. എന്റെ മകളെ ഞാൻ കോളേജിൽ പഠിപ്പിക്കും, വക്കീലാക്കും, കളക്ടറാക്കും, ഡാക്ടറും ആക്കും. മുത്തേ, മകള് തന്നെ പറ, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? എനിക്ക് മദറായാ മതി. നീ എന്താണ് മടത്തിച്ചേരാൻ പോണ? അതല്ല, എനിക്കെന്റെ പിള്ളേരുടെ മദറായാ മതി. ഒരൊറ്റ കീറി വെച്ചെന്നാലുണ്ടല്ലോ തോന്നിയാസം പറയണം. മുത്തേ, മകൾക്കറിയാവോ മകൾക്കടെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന്? ചോര പോയാണ്. മുണ്ടിലും പായിലും ഒക്കെ ചോര. അച്ഛനോടി മെഡിക്കൽ കളയിലോട്ട് എന്ന്. അപ്പോഴാണ് അറിഞ്ഞത് അവിടുത്തെ ഡാക്ടർമാരൊക്കെ സമരത്തിലാണെന്ന്. അന്ന് തുടങ്ങിയ അച്ഛന്റെ ഒരേ ഒരു ആഗ്രഹമാണ് എന്റെ മകളെ പഠിപ്പിച്ച് വലിയൊരു ഡാക്ടറാക്കണമെന്ന്. സമരത്തിലും ഹർത്താലിലും ഒന്നും പങ്കെടുക്കാതെ മെഡിക്കൽ കോളേജിൽ ഇരുന്നാണ്ട് പാവങ്ങളെ കത്തിവെക്കണ ഒരു ഡാക്ടർ. അച്ഛന്റെ ആഗ്രഹം മുത്ത് സാധിച്ചു തരുക. അച്ഛൻ വിഷമിക്കണ്ട, അത് ഞാൻ സാധിച്ചു തരാം. സന്തോഷമായി, അച്ഛന് സന്തോഷമായി മകളെ. എടാ അച്ഛേ, അച്ഛനും മകളും ഭയങ്കര സന്തോഷത്തിലാണല്ല. നീ എന്താണ് പറഞ്ഞത്? അച്ഛന്റെ മകള് പരീക്ഷ പാസായ കാക്കമലെന്ന് പറക്കുവന്ന. നീ മാനത്താട്ട് നോക്കടാ, കാക്കമലെന്നാണോ കമന്നാണോ പറക്കണേന്ന്? കാക്കമലെന്നും പറക്കും, കമെന്നും പറക്കും, ചിലപ്പോ ചെരിഞ്ഞും പറക്കും. അത് കാക്കയുടെ മൂട് പോലെ ഇരിക്കും. അതിന് നീ കാക്കാനോട് ചൂടായിട്ട് എന്താണ് കാര്യം? ഒരുത്തി 10ാം ക്ലാസ് പരീക്ഷ പാസ്സായതിനാണ് ഇത്ര സന്തോഷം. ദാണ്ട് അവിടെ ഒരുത്തൻ IAS പരീക്ഷ ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ട് ഉണ്ടാണ്ടിരിക്കാണ്. നിങ്ങളച്ഛനും മകാക്കും നല്ല മുഴുത്ത വട്ടാണ് കേട്ടാ. എന്റെ മുറ്റത്ത് വന്ന് തോന്നിവാസം പറഞ്ഞാലുണ്ടല്ല, നിന്റെ ഈ അലൂമിനിയം പാത്രം ചെളിങ്ങി പോലുള്ള മോന്തയുടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. എങ്കിൽ വളരെ ഉപകാരായി. ഈ ഷേപ്പ് ഒന്ന് മാറ്റിക്കിട്ടാൻ നമ്മൾ എത്ര കാലമായി കാത്തിരിക്കണമെന്ന് അറിയാമോ? ഞാൻ നീ കടാലി പോണില്ലേ? വള്ളറക്കറായി ഞാൻ പോവാണ് കേട്ടാ. കടാലി പോയി കാശ് കൊണ്ട് എന്നില്ലെങ്കിലേ കെട്ടോളന്റെ ബോഡിയുടെ ഷേപ്പ് മാറ്റും. ഞാൻ പോണ്. മുത്തേ, എന്താണ്? അച്ഛൻ പോയിട്ട് വരാം. ശരി അച്ഛാ. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നൊമ്പരം. ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു മിണയഴകാമെന്നഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. അല്ല, രഘുവേട്ടന് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ഈ കടാപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. പൊന്നൊടുക്കുന്നിടത്ത് പോച്ചക്കെന്താണ് കാര്യം? അല്ല, നീ ഇതെവിടായിരുന്നു പെണ്ണേ? ഇന്നല്ലായിരുന്ന SSLC പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസം അത് നോക്കാൻ പോയതാണ്. തോറ്റാ കെട്ടിച്ചുവിടാന്നാണല്ലോ എന്റെ അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ജയിച്ചു. ജയിച്ചാ? അതേതായാലും നന്നായി. നീ തോറ്റ ഗുരുവായൂരപ്പനൊരു സേനപ്രദക്ഷിണവും ഒരു പുഷ്പാഞ്ജലിയും ഞാൻ നേർന്നായിരുന്നു. അതിന് നടത്തണ്ടല്ല. അതും നടക്കൂല, നമ്മുടെ കല്യാണം നടക്കൂല. വേറെ വല്ലതും നടക്കുമോ? എന്താണെന്ന്? അല്ല, നിന്റെ അച്ഛനൂടെ ഇല്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ്. വല്ലതും നടക്കുവാന്ന്. നിങ്ങള് കൊള്ളാലോ, അച്ഛൻ എന്നെ ഡോക്ടറാക്കാൻ നടക്കേണ്. ഇങ്ങനെ പോയാ എന്നെ ഡോക്ടറെ കാണിക്കാൻ നടക്കേണ്ടി വരുമല്ല. നീ സത്യം കണ്ട പുത്തനാണ്. നീ പരീക്ഷ തോറ്റ ഇന്ന് തന്നെ കെട്ടിക്കൊണ്ടുപോകാന്ന് കരുതി മേടിച്ചതാണ്. ഇതിപ്പോ വെറുതെ ആയല്ല. ഇനിയിപ്പൊ ഈ തുറയില് SSLC തോറ്റ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അങ്ങനെ പറയല്ലേ. രഘുവേട്ടൻ എന്നെ ഉപേക്ഷിച്ച ഇനി 4മതൊരാളെ ഒപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. പക്ഷെ അച്ഛനെ എനിക്ക് പേടിയാണ് കേട്ടാ. എനിക്കാരെയും പേടിയില്ല. ഞാനിങ്ങാട്ട് വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ കണ്ടായിരുന്നു. എന്നിട്ട് എന്നെ കണ്ടതും അങ്ങേരെന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ അറേന്ന് കത്തി വലിച്ചോടി.
എന്നിട്ട് എന്ത് ചെയ്ത്? എന്ത് ചെയ്യാൻ, ആ കള്ള് ഷാപ്പിന്റെ പുറകിൽ പോയി ഞാൻ ഒളിച്ചിരുന്നു. ആഹാ. പിന്നെ അങ്ങേര് പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഞാൻ ഇങ്ങാട്ട് പോന്നത്. മുത്തേ മുത്തേ. അയ്യോ, അച്ഛൻ വന്ന്. രഘുവേട്ട പൊക്കോ, ഇല്ലെങ്കിൽ അച്ഛൻ കണ്ട കുഴപ്പാവും കേട്ടാ. നീ എന്താടാ മണഗുണാഞ്ച ആണുങ്ങളില്ലാത്ത നേരത്ത് ഇവിടെ കിടന്ന് കിറങ്ങണത്? അതുകൊണ്ട് ഞാൻ ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി തിരിയണത് കണ്ട തുറക്കാരില്ലാത്തത് പറയും. എന്നാ രക്ഷപ്പെട്ടു. അതെന്താടാ? അല്ല, ഇല്ലാത്തതല്ലേ പറയുള്ളൂ, ഉള്ളത് പറഞ്ഞാലാണല്ലോ നാണക്കേട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. മുത്തേ, അങ്ങനെ എങ്ങാനും വല്ല ആശ എന്റെ മകളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങാട് എടുത്ത് കളഞ്ഞേക്കണം കേട്ടാ. എനിക്കങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നെ കെട്ടിയില്ലെങ്കിൽ ഇങ്ങേര് കെട്ടിത്തൂങ്ങുന്നും പറഞ്ഞ് നടക്കല്ലേ. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഒരു ഡാക്ടറുടെ കടമ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കലല്ലേ. അപ്പൊ ഇങ്ങേരുടെ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ അച്ഛാ? നിന്നെ കെട്ടാനായിട്ട് എന്ത് യോഗ്യതയാണ് ഇവനുള്ളത്? എനിക്കെന്താണൊരു കുറവ്? പുത്താൻ ഉടുപ്പില്ലേ, കഴുത്തി മാലയില്ലേ, കയ്യി വാച്ചില്ലേ? ആ കൈ വാച്ചുണ്ട്. പക്ഷെ സമയം അറിയണമെങ്കിൽ വേറെ ആരുടെങ്കിലും ചോദിക്കണം. നീ ഒരു മറയ്ക്കാനാണാടാ. അതെന്താണ് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ഞാനൊന്നാന്തരം മറയ്ക്കാനാണ്. ഒരു മറക്കാൻ വന്നേക്കണ്. നീ പുറംകടലിൽ പോയിട്ടുണ്ടാടാ. 19 പേരുള്ള വള്ളത്തിലല്ല, ഒറ്റയ്ക്ക് ഒരു ചെറുവഞ്ചിയിൽ. എന്നിട്ടൊരു കൊമ്പനെ പിടിക്കാൻ പറ്റുവാ? പറ്റുമോ? പറ്റും. പിന്നെ കണ്ടിടും കണ്ടി. നീ അങ്ങനെ പോയി ഒരു കൊമ്പനെ പിടിച്ചാണ്ട് വാ. എന്നാ ഞാൻ ഇവിടെ നിനക്ക് കെട്ടിച്ചു തരും. വാക്കുമാറില്ലല്ല. ഇല്ല. ശരി, എങ്കിൽ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. എടി പെണ്ണേ, ഞാൻ പോയേച്ചു വരാം. എടാ അച്ചുവേ, നീ എന്നാ പണിയാടാ ഈ കാണിച്ചത്? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മകാനെ നീ കടാലി പറഞ്ഞു വിട്ടേക്കണം, അതും ഒരു ചെറുവഞ്ചിയിൽ. എടാ, നിനക്കറിയാവാ, തപാല് മാർഗം നീന്തല് പഠിച്ച അവന് കരക്കടന്നേ നീന്താനറിയത്തുള്ളൂ. വെള്ളത്തിൽ പോയ ആ പൊട്ടം വെള്ളം കുടിച്ച് ചാകുവട. 2 ദിവസമായി എന്റെ മകാൻ കടാലി പോയിട്ട്. നാളെ 3-ാം പക്ക അവന്റെ ശവം കരക്കടിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല. രഘുവേട്ടൻ വരണ്. ദാ പിടിക്ക്. ഞാൻ വാക്ക് പാലിച്ചു. കൊമ്പനെയും പിടിച്ചോണ്ടാണ് വന്നേക്കണത്. ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കും. കൊള്ളാം. ഇപ്പോഴാണ് നീ ഒരു മരക്കാനായത്. ദേ, ഞാൻ വാക്ക് പാലിക്കണം. കൊച്ചുരാമ, എന്റെ മകളെ ഞാൻ നിന്റെ മകാന് തന്നേക്കണ്. എല്ലാരും കേട്ടല്ല? ഇന്നു മുതൽ ഇവരൊന്നാണ്. അല്ല, ഈ കൊമ്പനെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ല. പരിചയം കാണും. ഇത് നിങ്ങൾ തന്നെ പിടിച്ച കൊമ്പനാണ്. ഞാനത് മാർക്കറ്റിൽ നിന്ന് 300 രൂപയ്ക്ക് മേടിച്ചെന്ന് മാത്രം. ഓടേ തമ്പുരാനെ, ചതിച്ച. അപ്പൊ എന്റെ മകളുടെ കാര്യം? നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോ. മുത്തേ.